ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിൽ യുവാവ് കുത്തേറ്റ് മരിച്ച സംഭവത്തിൽ പിടിയിലായ പ്രതികൾ ലഹരിക്കടിമകളെന്ന് പോലീസ്. സംഭവസ്ഥലത്ത് ഫോറൻസിക് സംഘം തെളിവെടുപ്പ് നടത്തി. തൃശൂർ പാലിയം റോഡിൽ താമസിക്കുന്ന ലിവിനാണ് കൊല്ലപ്പെട്ടത്. പ്രമുഖ സസ്യശാസ്ത്രജ്ഞൻ പത്മശ്രീ ഡോക്ടർ കെ.എസ്. മണിലാൽ അന്തരിച്ചു. കേരളത്തിലെ സസ്യസമ്പത്തിനെ കുറിച്ചുള്ള ഹോർത്തൂസ് മലബാറിക്കൂസ് എന്ന പ്രാചീന ലാറ്റിൻ ഗ്രന്ഥം ഇംഗ്ലീഷിലും മലയാളത്തിലും ആദ്യമായി എത്തിച്ച ഗവേഷകനാണ് മണിലാൽ. വിൽപ്പനയ്ക്കിടെ 6 ലിറ്റർ മദ്യവുമായി ഒരാളെ കുന്നംകുളം എക്സൈസ് പിടികൂടി. അടിപ്പൊട്ടി സ്വദേശി അനിലനാണ് പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുതുവർഷത്തെ വരവേറ്റ് ലോകം. പടക്കം പൊട്ടിച്ചും സംഗീത നൃത്ത പരിപാടികളോടെയും നാട് പുതുവർഷത്തെ വരവേറ്റു. ഭീഷണിപ്പെടുത്തി സ്വർണം കവർച്ച ചെയ്യുന്ന സ്ത്രീ ഉൾപ്പെടെ 3 പേരെ പാവറട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. പറപ്പൂർ പുറത്തൂർ വീട്ടിൽ ലിയോ, പോന്നൂർ മടിശ്ശേരി വീട്ടിൽ ആയുഷ്, പാടൂർ ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ ദിവ്യ എന്നിവരാണ് അറസ്റ്റിലായത്. കയ്പമംഗലം കൂരിക്കുഴിയിൽ തെങ്ങ് വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കാട്ടുപറമ്പിൽ അബ്ദുൾ മജീദിന്റെ പറമ്പിലെ തെങ്ങാണ് വൈദ്യുതി ലൈനിലേക്ക് വീണത്. വടക്കാഞ്ചേരി മണലിത്തറയിൽ ന്യൂ ഇയർ ആഘോഷത്തിനിടെ വയോധികൻ കുഴഞ്ഞു വീണ് മരിച്ചു. പുന്നമ്പറമ്പ് പടിഞ്ഞാറെ പുത്തൻപുരയിൽ 72 വയസ്സുള്ള സുകുമാരനാണ് മരിച്ചത്. തൃശൂർ പുഴയ്ക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച് പോലീസുകാരനെ പരിക്കേറ്റു. തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ റൂബിൻ ആന്റണിക്കാണ് പരിക്കേറ്റത്. 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 130 വർഷം തടവും 8,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനയൂർ മൂത്തമ്മാവ് മാങ്ങാടി വീട്ടിൽ 52 വയസ്സുള്ള സജീവനെയാണ് ശിക്ഷിച്ചത്. 2023 ഏപ്രിലിലായിരുന്നു സംഭവം. വടക്കാഞ്ചേരി നഗരസഭയെ ഹരിതാഭയണിയിക്കാനായുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായി മണ്ണിടിച്ചൽ ദുരന്തം നേരിട്ട കുറാഞ്ചേരിയിൽ മിനി പാർക്ക് നിർമ്മാണം പുരോഗമിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി 41 ഡിവിഷനുകളിലും പ്രധാന കേന്ദ്രങ്ങളിൽ പൂന്തോട്ടങ്ങൾ നിർമ്മിക്കും. SDPI കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി പുതുവത്സര ദിനത്തിൽ പഞ്ചായത്തിൽ കരിദിനമായി ആചരിച്ചു. കടലാക്രമണത്തിൽ ദുരിതമനുഭവിക്കുന്ന തീരവാസികളെ അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കരിദിനാചരണം. പറപ്പൂക്കര പഞ്ചായത്തിൽ നടപ്പാക്കുന്ന ഉജ്ജീവനം പദ്ധതിയിലൂടെ സഹായങ്ങൾ വിതരണം ചെയ്തു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ പുതുവത്സരാഘോഷം നടന്നു. കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയും കലാമണ്ഡലം MPS നമ്പൂതിരിയും ചേർന്ന് വള്ളത്തോൾ പ്രതിമയിൽ ഭദ്രദീപം തെളിയിച്ചു. സംസ്ഥാനത്തെ വിവിധ സർക്കാർ പൊതുമേഖലാ സ്വകാര്യ സ്ഥാപനങ്ങളിലെ 2500ഓളം അപ്രന്റീസ് ഒഴിവുകളിലേക്കായി നെടുപുഴ ഗവൺമെന്റ് വനിതാ പോളിടെക്നിക്കിൽ ശനിയാഴ്ച അപ്രന്റീസ് മേള നടത്തും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ PR ഷാലിജ് മേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിലെ നെൽകൃഷി വിളവെടുപ്പ് സൗജന്യമായി നടത്തിക്കൊടുക്കാൻ കോൾപ്പടവ് യോഗത്തിൽ തീരുമാനം. വൈക്കോൽ സംഭരണം വഴി ലഭിക്കുന്ന തുകയും പടവിലെ കർഷകർക്കാണ് ലഭിക്കുക. തോളൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന പച്ചക്കറി കൃഷി പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി പച്ചക്കറി തൈകളുടെ വിതരണം ഉദ്ഘാടനം നിർവഹിച്ചു. ദേശീയപാത പട്ടിക്കാട് ചെമ്പൂത്തറയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. മാടക്കത്തറയിൽ നിന്നും കാവശ്ശേരിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. മുള്ളൂർക്കരയിൽ യുവാവിനെ കുത്തേറ്റു. ആറ്റൂർ സ്വദേശി സുഹൈബിനെയാണ് കാപ്പ കേസ് പ്രതി ഷാഫി കുത്തി പരിക്കേൽപ്പിച്ചത്. ന്യൂ ഇയർ ആശംസ പറയാത്തതിനായിരുന്നു ആക്രമണം. പരിയാരം വെളൂക്കരയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വെളൂക്കര സ്വദേശി മൂത്തക്കുന്നത്തെ വീട്ടിൽ രാജിന്റെ മകൻ 33 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. കേരള വിഷൻ ഉപഭോക്താക്കളുടെ സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന കോമൺ സർവീസ് സെന്ററിന്റെ ചേലക്കരയിലെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചേലക്കരയിൽ നടന്ന പരിപാടി TCV ഡയറക്ടറും മേഖലാ പ്രസിഡന്റും CSE ചുമതലയുമുള്ള ജേക്കബ് ജെറോം ഉദ്ഘാടനം നിർവഹിച്ചു. കേരള കർഷക സംഘം വരന്തരപ്പിള്ളി മേഖലാ കൺവെൻഷൻ കൊടകര ഏരിയ സെക്രട്ടറി ബബീഷ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ഹരിദാസ് കോമത്തുകാട്ടിൽ അധ്യക്ഷനായിരുന്നു.
പൊന്നാനി മിണാലൂരിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോയിരുന്ന ചിറയത്ത് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. KSMA തലപ്പിള്ളി മേഖലാ സമ്മേളനം നടന്നു. KSMA ജില്ലാ പ്രസിഡന്റ് KG ബാബു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏനാമാവ് കോടമുക്ക് AMLP സ്കൂളിൽ ഹെൽത്ത് ക്ലബിന്റെ നേതൃത്വത്തിൽ ഫ്രൂട്ട്സ് ഡേ നടത്തി. പ്രധാന അധ്യാപകൻ TU ജെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ആദരണീയം സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ തൃശൂർ പടിഞ്ഞാറേക്കോട്ട സെന്റ് ആൻഡ്സ് ഓർഫനേജിൽ നവവത്സരാഘോഷം സംഘടിപ്പിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ, മുൻ MLA TV ചന്ദ്രമോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. 40 വർഷമായി തൃശൂർ ജനറൽ ആശുപത്രി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുണ്യ സംഘടനയായ സർവന്റ്സ് ഓഫ് ഗോഡ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. മുൻ മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കല്ലൂർ പാലയ്ക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിടിച്ച് ബൈക്ക് യാത്രക്കാരനെ പരിക്കേറ്റു. കല്ലൂർ മഠം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. പാലിയൂർ തീർത്ഥ കേന്ദ്രത്തിലെ ആഘോഷം തടഞ്ഞ സംഭവത്തിൽ ചാവക്കാട് SI വിജിത്ത് K വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. പുതുവത്സരത്തിൽ പെറ്റി കേസിൽ അർദ്ധ സെഞ്ചുറിയടിച്ച് കൊടുങ്ങല്ലൂർ പോലീസ്. മദ്യപിച്ച് വാഹനമോടിച്ച 34 പേരെ രാത്രി പെട്രോളിംഗിനിടയിൽ പോലീസ് പിടികൂടി. മാലിന്യമുക്ത നവകേരളം എന്ന ആശയവുമായി സഹൃദയ കോളേജ് NSS യൂണിറ്റും നേച്ചർ ക്ലബും സംയുക്തമായി നടത്തുന്ന വലിച്ചെറിയൽ ബിരുദവാരത്തിന്റെ ഉദ്ഘാടനം പുതുവർഷ ദിനത്തിൽ നടന്നു. പോസ്റ്റർ പ്രകാശനം സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പുതുവർഷ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ സിജേഷ് നേതൃത്വം നൽകി. ട്രസ്റ്റിമാരായ ജിഷോ S പുത്തൂർ, ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ആൻഡോ L പുത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ലേബർ മൂവ്മെന്റ് പാലിയൂർ സിൽവർ ജൂബിലി ആഘോഷം നടന്നു. പാലിയൂർ സെന്റ് തോമസ് മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥ കേന്ദ്രത്തിൽ നടന്ന ആഘോഷ പരിപാടി KLM തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ പോൾ മാളിയമ്മാവ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.